ജെൽസി ഗുഡ് മോർണിംഗ്. ജെൽസി സൂചിപ്പിച്ചതുപോലെ LDF-ന്റെയും UDF-ന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ കഴിയും എന്ന് തന്നെയാണ് TMC ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ PV അൻവർ ആവർത്തിച്ച് അവകാശപ്പെട്ടത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് അദ്ദേഹം അവകാശപ്പെടുന്നത് 75,000-ന് മുകളിലേക്ക് വോട്ട് പിടിക്കുമെന്നാണ്. ഇന്നലെ വോട്ടെടുപ്പ് പൂർത്തിയായി ഇത്ര ശതമാനം 73% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പ്രതീക്ഷ എന്ന് ചോദിക്കുമ്പോഴും ഇതേ കണക്ക് തന്നെയാണ് PV അൻവർ പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ അല്ലെങ്കിൽ ആ സമീപനത്തോടെ, യാഥാർത്ഥ്യ സമീപനത്തോടെ ഈ കണക്കിനെ വോട്ടിനെ സമീപിച്ചാൽ അത്രയൊന്നും പിടിക്കില്ല എന്നാണ് TMC ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 25,000 മുതൽ 30,000 വോട്ട് പ്രാഥമികമായി അവർ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ കൂടിപ്പോയാൽ ഈ പറഞ്ഞതുപോലെ PV അൻവർ കണക്ക് കൂട്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹം അവകാശപ്പെടുന്ന ഈ സമവാക്യങ്ങൾ കൂടി ശരിയായാൽ ആ വോട്ടുകൾ കൂടി വരുമ്പോൾ ജയിക്കാനുള്ള സാധ്യത കൂടിയാണ് TMC ക്യാമ്പ് വിലയിരുത്തുന്നത്. അതിൽ പ്രാഥമികമായ കണക്കനുസരിച്ച് 25,000 മുതൽ 30,000 വോട്ട് എന്തായാലും ലഭിക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നു. അത് കൃത്യമായ കണക്ക് LDF-നും UDF-നും സംബന്ധിച്ച് അവർക്ക് കൃത്യമായ കണക്കുണ്ട്. കാരണം അവർ ബൂത്ത് ഏജന്റുമാർ വഴി ശേഖരിക്കുന്ന കണക്ക്, ആ നിലയ്ക്ക് അവരുടെ കൃത്യമായ വോട്ട്, ഈ മണ്ഡലത്തിൽ എത്ര വോട്ടുണ്ട്, കേഡർ വോട്ടുകളുണ്ട് എന്നതെല്ലാമുള്ള കണക്ക് മുൻ തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ച് അവർക്കറിയാം. പക്ഷേ PV അൻവറിനെ സംബന്ധിച്ച് അത്തരമൊരു കണക്കുമില്ല. അവരുടെ പ്രവർത്തകർ നൽകുന്ന വിവരം, ഒപ്പം തന്നെ ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും ഒപ്പം അല്ലാതെയും ലഭിക്കുന്ന വിവരങ്ങളടക്കം അടിസ്ഥാനമാക്കിയാണ് ഓരോ പഞ്ചായത്തിൽ നിന്നും ഇത്രയും വോട്ട് ലഭിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ UDF പ്രതീക്ഷ വെക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ തന്നെയാണ് PV അൻവർ ക്യാമ്പും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത്. അവിടെ നിന്ന് മാത്രം 7,000 വോട്ട് ലഭിക്കും. ഭൂരിപക്ഷമല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, 7,000 വോട്ട് ആകെ PV അൻവർ ലഭിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. അത് കഴിഞ്ഞാൽ മൂത്തേടം പഞ്ചായത്തും UDF വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്ന പഞ്ചായത്താണ്. ലീഗിന് വലിയ സ്വാധീനമുള്ള അടിസ്ഥാന വോട്ടുകളുള്ള പഞ്ചായത്താണ്. മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് 3,500 വോട്ട് TMC ക്യാമ്പിലേക്ക് ലഭിക്കും, അല്ലെങ്കിൽ PV അൻവറിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എടക്കര പഞ്ചായത്തിൽ നിന്ന് 2,000 വോട്ടുകൾ, ഒപ്പം തന്നെ പോത്തുകല്ലിൽ നിന്ന് 2,000, ചുങ്കത്തറയിൽ നിന്ന് 3,500 വോട്ട് ലഭിക്കുമെന്നാണ് കണക്കൂട്ടുന്നത്. ചുങ്കത്തറ പ്രത്യേകം ശ്രദ്ധിക്കണം, LDF-ന്റെ ഭരണമുണ്ടായിരുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് PV അൻവർ LDF-ൽ നിന്ന് MLA സ്ഥാനം രാജിവെച്ച് LDF-മായി ഉടക്കി പുറത്തേക്ക് വന്നതിന് ശേഷം ഈ ചുങ്കത്തറ പഞ്ചായത്ത് അവിശ്വാസത്തിലൂടെ UDF-ലേക്ക് വന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് 3,500 വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം തന്നെ കരുളായിൽ നിന്നും 3,500 വോട്ട്, അമരമ്പലം പഞ്ചായത്തിൽ നിന്ന് 2,000 വോട്ട്, നിലമ്പൂർ നഗരസഭയിൽ നിന്ന് 3,000 വോട്ട് മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രതീക്ഷാ കണക്ക് വെച്ച് തന്നെ 25,000-ന് മുകളിലേക്ക് ഈ പ്രാഥമികമായി അവർ വോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ എന്തായാലും ചുരുങ്ങിയത് 25,000 ലഭിക്കും. അതുകൂടാതെ ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനകത്ത് നിന്ന് ലഭിക്കുമെന്ന് PV അൻവർ കണക്ക് കൂട്ടുന്നുണ്ട്. മറ്റൊന്ന് AP വിഭാഗം, സംസ്ഥാന AP വിഭാഗം വോട്ടുകൾ തനിക്ക് അനുകൂലമാകുമെന്നാണ് PV അൻവറിന്റെ കണക്കൂട്ടൽ. ഒപ്പം തന്നെയാണ് സമസ്ത EK വിഭാഗത്തിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ ആ ചേരിയുടെ വോട്ടുകൾ കൂടി അനുകൂലമാകും. അപ്പോൾ ആ നിലയ്ക്ക് കുറെ കൂടി വോട്ടുകൾ ലഭിച്ചാൽ ജയിക്കാനുള്ള സാധ്യത കൂടി ഈ TMC ക്യാമ്പ് തള്ളിക്കളയുന്നില്ല. പക്ഷെ അതെല്ലാം സംഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഉണ്ടാകണം.